മഗ്രാത്ത് സച്ചിൻ്റെ വിക്കറ്റ് എടുക്കുമ്പോൾ പറയും പഠിച്ചെറിഞ്ഞാന്ന് പറയും. അതുപോലെ സഞ്ജുവിനെ പഠിച്ചെറിഞ്ഞാന്ന് തോന്നുന്നു. ന്യൂസിലൻഡുകാരാണ് ഈ വഴി കാണിച്ചു കൊടുത്തത്. അതിപ്പം നബീബിയും ഫോളോ ചെയ്തു, വിക്കറ്റ് എടുത്തു. സഞ്ജു സാംസൺ 8 പന്തുകളിൽ നിന്ന് 22 റൺസ്, 3 സിക്സ്, 1 ബൗണ്ടറി. ഷോർട്ട് ഇന്നിങ്സ് ആയിരുന്നു. ചെറിയൊരു സന്തോഷമുണ്ട് കളിക്കാനൊരു ഓപ്പർച്യൂണിറ്റി സഞ്ജുവിന് കിട്ടിയതിലും. ഒരു ചെറിയ ഒരു പ്രകടനമാണെങ്കിലും നല്ല രീതിയിൽ അടിച്ചു കളിച്ചു, ആ ഒരു ഇൻറ്റൻറ്റ് കാണിച്ചതിനും. വിഷമം എന്താണെന്ന് ചോദിച്ചാൽ ഔട്ടായ വിധമാണ്. ഒരു ഹാഫ് മൈൻഡായിട്ട് കളിക്കണോ വേണ്ടയോ എന്ന് വിചാരിച്ച് കളിച്ചൊരു ഷോട്ട് പോലെ തോന്നി. ഇതേ ഷോട്ട് നല്ല രീതിയിൽ കളിച്ചിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള ലാസ്റ്റ് T20യിൽ 6 അടിച്ചിട്ടുള്ള പ്ലെയറാണ്. സഞ്ജുവിൻ്റെ ഒരു ട്രേഡ് മാർക്ക് ഷോട്ടൊക്കെയാണ്. പക്ഷേ ഇതൊരു ഹാഫ് മൈൻഡ് ആയിപ്പോയി, ഒന്ന് ചെറുതായിട്ടൊന്ന് ചിപ്പ് ചെയ്ത് വിട്ടതുപോലെ. ഒരു പക്ഷേ ആ ഫീൽഡർ സർക്കിളിന് ഇന്നായിരുന്നെങ്കിൽ അത് ബൗണ്ടറി ആയിരുന്നു. തൊട്ട് മുമ്പത്തെ പന്തിൽ വരെ ആ ഫീൽഡർ അവിടെ ഇല്ലായിരുന്നു. ഒരു ഓഫ് സൈഡിൽ നിന്നൊരു ഫീൽഡറിനെ ഒരു ലെഗ് സൈഡിൽ ഇട്ടിട്ട് സ്റ്റംസിൽ ഡയറക്റ്റായിട്ട് എറിഞ്ഞതാണ്. അവർ ട്രാപ്പ് ചെയ്ത് അവർ വീഴ്ത്തിയതാണ്. പണ്ട് മഗ്രാത്ത് സച്ചിൻ്റെ വിക്കറ്റ് എടുക്കുമ്പോൾ പറയും പഠിച്ചെറിഞ്ഞാന്ന് പറയും. അതുപോലെ സഞ്ജുവിനെ പഠിച്ചെറിഞ്ഞാന്ന് തോന്നുന്നു. ന്യൂസിലൻഡുകാരാണ് ഈ വഴി കാണിച്ചു കൊടുത്തത്. അതിപ്പം നബീബിയും ഫോളോ ചെയ്തു, വിക്കറ്റ് എടുത്തു. പാകിസ്ഥാനെതിരെയും സഞ്ജു പ്ലേയിങ് ലെവലിൽ കാണുമെന്ന് കരുതുന്നു. ഈ മിസ്റ്റേക്കൊക്കെ മാറ്റി ഒരു മികച്ച ഇന്നിങ്സാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കണ്ടറിയാം.